നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫ്രീ തയ്യൽ ക്ലാസ്സാണ് ആരംഭിക്കാൻ പോകുന്നത്. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഓരോ ഘട്ടമായും അവർക്കൊന്നും അറിയാത്തവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. നമ്മൾ ആദ്യമേ ഇതിൻ്റെ തയ്യലിന് വേണ്ട അടിസ്ഥാനപരമായിട്ട് തയ്യലിന് വേണ്ട ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന് വേണ്ട സാധനം നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചാണ് തയ്ക്കാൻ പോകുന്നതെന്ന് അതിനെക്കുറിച്ച് നമുക്കിപ്പം ഇവിടെ പറയാം. നമുക്കാദ്യമേ വേണ്ടത് തയ്യൽ മെഷീനുകളാണ്. അത് കാലുകൊണ്ട് ചവിട്ടുന്നതോ കൈകൊണ്ട് കറക്കുന്നതോ ഇലക്ട്രിക് മെഷീനോ ഏതെങ്കിലും ആകാം. അല്ല, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും മെഷീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് തയ്ക്കാവുന്നതാണ്. ഇതാണ് ആദ്യത്തേത്. അടുത്തത് നമുക്ക് ടേപ്പാണ് വേണ്ടത്. ടേപ്പ് തുണി അളക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ നിന്ന് അളവെടുക്കുന്നതിനുമാണ് ടേപ്പ് വേണ്ടത്. അടുത്തത് ചോക്കാണ്. നമ്മൾ ഈ അളക്കുന്നതിൻ്റെ അളവുകൾ ചോക്ക് വെച്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്, മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോക്ക് അത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ തുണിയിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകുന്നതുമാണ്. അതുകൊണ്ടാണ് ഈ ചോക്ക് അളക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ചോക്ക് ഉപയോഗിക്കുന്നത്. പേനയോ മറ്റോ ആണെങ്കിൽ അത് തുണിയിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കത്രികയാണ്. കത്രികയെന്ന് പറയുന്നത് പലതരത്തിലുള്ള കത്രികകളുണ്ട്. അതിൽ കത്രിക നമ്മൾ തുണിയിൽ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്രിക പേപ്പർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കരുത്. പേപ്പർ കട്ട് ചെയ്തിട്ട് കത്രിക എടുത്താൽ ആ കത്രിക പിന്നെ തുണിയിൽ കട്ട് ചെയ്യാൻ മൂർച്ച കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യാതിരിക്കുകയാണ് ആ തുണിയിൽ കട്ട് ചെയ്യുന്ന കത്രിക ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അതുപോലെ കത്രിക താഴെ വീണാലും നമുക്ക് മൂർച്ച കിട്ടത്തില്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ നൂലുകളാണ് വരുന്നത്. പല കളറിലുള്ള നൂലുകൾ ഉപയോഗിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഓരോ തുണിക്കും അതാത് കളറിലുള്ള നൂല് വെച്ച് തയ്ക്കുകയാണെങ്കിൽ ആ തയ്യലിന് നല്ല ഭംഗി കാണും. അപ്പം അത് നൂലും വേണം, സൂചിയും വേണം. സൂചിയും പലതരത്തിലുള്ള സൂചികളുണ്ട്. ഓരോ ഇലക്ട്രിക് മെഷീനിൽ ഉപയോഗിക്കുന്ന സൂചി വേറെയാണ്, സാധാ മെഷീനിൽ ഉപയോഗിക്കുന്ന സൂചി വേറെയാണ്. അങ്ങനെ പലതരത്തിലുള്ള സൂചികളും നമുക്കുണ്ട്. അപ്പം നൂലുകളും പല കളറിലുള്ള നൂലുകളും ആണ്. അതുപയോഗിച്ച് ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് തുണികൾക്ക് നല്ല ഭംഗി കൂടും. അപ്പം പിന്നെ സൂചിയും നൂലും നമുക്ക് തയ്യലിന് ആവശ്യമായ ഒരു സാധനമാണ്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് സ്കെയിലുകളാണ്. പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട് നമുക്ക് തയ്യലിന്. അത് ഓരോന്നും എന്തിനാണെന്നുള്ളത് പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പം അങ്ങനെ പലതരത്തിലുള്ള സ്കെയിലുകൾ നമ്മൾ ഇത് അളക്കുമ്പോൾ നമ്മുടെ അളവ് അടയാളപ്പെടുത്തി കഴിയുമ്പോൾ ഇത് വെച്ച് നമുക്ക് വരച്ചാൽ കറക്റ്റ് നമ്മുടെ ഷേപ്പ് കിട്ടും. ഈ ഷേപ്പിനും വളവും തിരിവിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് സൂചിയാണ്. ഈ തുണികൾ വെട്ടുമ്പോൾ വളഞ്ഞും പുളഞ്ഞും പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ സൂചി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൂചി നമ്മൾ ഇതിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുണി അതേപോലെ അവിടെ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1 തയ്യൽ മെഷീൻ, 2 കത്രിക, 3 ടേപ്പ്, 4 ചോക്ക്, 5 സൂചിയും നൂലും, 6 സ്കെയില്, 7 പിന്നെ ഇങ്ങനെ 7 സാധനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങണമെന്നില്ല. എല്ലാം ഓരോന്നായി പതുക്കെ വാങ്ങിച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് തയ്യൽ മെഷീൻ്റെ ഉപയോഗം, തയ്യൽ മെഷീൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ഉപയോഗവുമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ് വേണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി. നല്ല ഉപകരണങ്ങളാണ് നല്ല തയ്യലിന് ആവശ്യം.